ഗൗരിയമ്മയെ മലയാളികൾ മറക്കില്ല. എന്നാൽ ഗൗരിയമ്മയുടെ സഹോദരിയായ KR നാരായണിയുടെ അതിഗംഭീരമായ ജീവിതകഥ എത്ര പേർക്കറിയാം? കേരളത്തിലെ ആദ്യ വനിതാ ബൈക്ക് യാത്രികയാണ് KR നാരായണി. ആയിരത്തി 1930-കളിൽ കേരളത്തിൽ സൈക്കിൾ പോലും അപൂർവമായിരുന്ന കാലത്ത് ഗംഭീരമായ ഒരു എൻഫീൽഡ് ബുള്ളറ്റിൽ തെരുവിലൂടെ സഞ്ചരിച്ച വനിതയായിരുന്നു KR നാരായണി. ബുള്ളറ്റ് ബൈക്ക് പോലും നാട്ടുകാർ അന്ന് ആദ്യമായാണ് കണ്ടത്, അതും ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഇറക്കുമതി. പുതുതായി നിർമ്മിച്ച ചേർത്തല അരൂർ റോഡിൽ പതിവില്ലാത്തൊരു ഇരമ്പം കേട്ട് നാട്ടുകാർ ഓടിക്കൂടി. ഒരു സ്ത്രീ ബുള്ളറ്റിൽ സഞ്ചരിക്കുന്ന ദൃശ്യമാണ് നാട്ടുകാർ അന്ന് കണ്ടത്. സാരിത്തുമ്പ് അരയിൽ കുത്തി ബുള്ളറ്റ് ഓടിക്കുന്ന നാരായണിയെ നാട്ടുകാർ മോട്ടോർ നാരായണി, ബുള്ളറ്റ് നാരായണി എന്നിങ്ങനെ വിളിച്ചു തുടങ്ങി. നാരായണി ബുള്ളറ്റിന്റെ പടം കണ്ട ആദ്യ നാൾ തന്നെ അത് ഓടിക്കാൻ ആഗ്രഹിച്ചു. കച്ചവടം ചെയ്യുന്ന മൂപ്പനാശാനെ സമീപിച്ച് സൈക്കിളും ബുള്ളറ്റും ഓടിക്കാൻ നാരായണി പരിശീലനം നേടി. ആ കാലത്ത് സ്ത്രീകൾക്ക് പുറംലോകം പോലും പരിമിതമായിരുന്നപ്പോൾ ഒരു ബുള്ളറ്റിലിരുന്ന് തെരുവിലൂടെ സഞ്ചരിച്ച നാരായണിയെ ലോകം എങ്ങനെ മറക്കും? നാരായണി ബൈക്ക് യാത്രിക മാത്രമായിരുന്നില്ല, സംഗീതത്തിലെ അഗാധജ്ഞാനിയും പ്രസംഗശക്തിയുള്ള സ്ത്രീയുമായിരുന്നു. ഹിന്ദു യുവ വനിതാ സമാജത്തിന്റെ സ്ഥാപക പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള നാരായണി സാമൂഹിക രംഗത്തും നിറസാന്നിധ്യമായിരുന്നു. പ്രമുഖ അഭിഭാഷകനും SNDP നേതാവുമായിരുന്ന NR കൃഷ്ണൻ വക്കീലാണ് നാരായണിയുടെ ജീവിത പങ്കാളി. പിന്നീട് നാരായണി നാഗർകോവിലേക്ക് താമസം മാറുകയും ചെയ്തു. ആരോഗ്യം തളർന്നപ്പോൾ ബുള്ളറ്റ് യാത്രകൾ അവസാനിച്ചു. എങ്കിലും നാരായണിയുടെ ബുള്ളറ്റിന്റെ ശബ്ദം ചില മനസ്സുകളിൽ വീണ്ടും നിലനിന്നു. പൊതുനിരത്തിലൂടെ ബുള്ളറ്റ് ബൈക്ക് ഓടിച്ചു കൊണ്ടുവന്ന ആദ്യ വനിത എന്നത് ഒരു വിപ്ലവകരമായ കാഴ്ചയായിരുന്നു. അത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രതീകമായി അടയാളപ്പെടുത്തി. ഒരു കാലത്തിന്റെ എതിർപ്പിലും സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെയും തുല്യതയുടെയും ശബ്ദമായ ബുള്ളറ്റ് നാരായണി ഇപ്പോഴും ജനമനസ്സുകളിൽ നിലനിൽക്കുന്നു.